ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള ഐസ് ടീ ആണ്. ഓറഞ്ചും ലൈമും വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ ഈ സമ്മറിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് ഫ്ലേവറുള്ള ഐസ് ടീ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ടീ തന്നെയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ചേർത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ ടീ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നോർമൽ നമ്മളിങ്ങനെ ചായ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മളെ കടുപ്പൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ സ്കിന്നൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നമ്മളെ ചായയിൽ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് ഓറഞ്ചിൻ്റെ ഈ സ്കിന്ന് നമുക്ക് ഈ ചായയിലിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് അത് സ്ട്രെയിൻ ചെയ്യാം. ഇപ്പോൾ ഓറഞ്ച് പീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈറ്റ് പാർട്ട് കുടുങ്ങാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടെടുക്കുക. നല്ല കഴുകിയതിന് ശേഷം ഓറഞ്ച് എടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ കൂടുതൽ സമയം അതിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് വരും. അപ്പോൾ ഒരു 5 മിനിറ്റിന് കൂടുതൽ അതിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഷുഗറോ അല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുക്കുക. ഹണീൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഐസും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് മധുരം ഇപ്പോൾ തന്നെ നമുക്ക് ചേർക്കണം. നിങ്ങൾക്ക് എത്രത്തോളം സ്വീറ്റാണോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഓറഞ്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത്ര ഐസ് വേണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചായ ഇല്ലേ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് ഐസ് ചേർത്തിട്ട് സെർവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ടീക്ക് നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഓറഞ്ചിൻ്റെ ഫ്ലേവർ വേണോ അതിനനുസരിച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ചായ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് ക്ലാസിക് ലെമൺ ഐസ് ടീ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് തിളക്കുമ്പോൾ ഇതിലോട്ട് ടീസ്പൂണ് ടീ പൗഡറും ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ നമുക്ക് ഇതിലോട്ട് ചേർത്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഷുഗർ ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിതൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലെമണൊന്ന് പീൽ ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്കിന്ന് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വൈറ്റ് പാർട്ട് കുടുങ്ങാതെ ശ്രദ്ധിക്കുക. കുറച്ച് മിൻറ്റ് ലീവ്സും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഈ ടീയിലൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ലെമൺ ഐസ് ടീ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കണം. കുറച്ച് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ലെമണ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലെമണിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈം ജ്യൂസും ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫ്ലേവർ വേണോ അതിനനുസരിച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസിക് ലെമൺ ഐസ് ടീ റെഡി ആയിട്ടുണ്ട്. സാധാരണ ചായ കുടിക്കുന്നത് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടേസ്റ്റ് കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.